ജഗദീശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മൾ എല്ലാവരിലും ഒരുപോലെ വർഷിക്കുമാറാകട്ടെ. ഇവിടെ ഏറ്റവും അഭിവന്ദ്യനായ പരിശുദ്ധ ബസലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ തിരുമനസ്, ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന കോട്ടയം ഭദ്രാസനത്തിൻ്റെ അധിപൻ ഡോക്ടർ യൂഹന്നോൻ മാർ ദിയസ്കോറോസ് മെത്രോപ്പൊലീത്ത തിരുമേനി, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന അഭിവന്ദ്യനായ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനി, ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി, ഇവിടെ സ്വാഗതം ആശംസിച്ച ഫാദർ പി കെ കുര്യാക്കോസ് അവറുകൾ, സഭാപ്രതിജ്ഞ നടത്തുന്ന ഫാദർ കുര്യൻ തോമസ് കരിപ്പാൽ അവറുകൾ, ഫാദർ ഡോക്ടർ എം എ ജോൺ അവറുകൾ, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ, ഡോക്ടർ വർഗീസ് കല്ലൂർ അവറുകൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ തവണയാണ് ഈ പരിശുദ്ധമായ സന്നിധിയിൽ ഞാൻ എത്തിച്ചേരുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കേറെ ഗുരുതുല്യനായി ഞാൻ കണ്ട പാമ്പാടി റമ്പാച്ചൻ, അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഈ സന്നിധിയിൽ ഞാൻ എത്തിച്ചേർന്നത്. പി സി യോഹന്നാൻ റമ്പാൻ എന്ന മഹാനായ ആ വ്യക്തിയുടെ സ്നേഹം അന്ന് ഇവിടെ പലതവണ വരുവാനായിട്ട് എനിക്ക് കാരണമായിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. സഭയുടെ സൂര്യനക്ഷത്രമായിരുന്ന ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനിയെ ഇവിടെ വച്ചാണ് ഞാൻ ആദ്യമായി കാണുന്നതും. പിന്നീട് അദ്ദേഹം കാലം ചെയ്യുന്നതുവരെ നിരന്തരമായ സ്നേഹബന്ധങ്ങൾ, സൗഹൃദം, അങ്ങനെ ഒരു ഇഴയെടുപ്പം അദ്ദേഹത്തോട് എനിക്ക് ഉണ്ടാവുകയും ചെയ്തത്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പ്രകാശം കൊണ്ട് ധന്യമായ ഒരു പ്രദേശമാണ് ഇവിടെ. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് പറയുന്നത് തിരുമേനിയുടെ അനുഗ്രഹവർഷങ്ങളാണ്. അതിന് പാത്രീഭവിക്കുവാൻ നേരിട്ട് കഴിഞ്ഞ ആളുകളാണ് ഇവിടുത്തെ ഇടവകയിലുള്ള ആളുകൾ. അങ്ങനെയും നമ്മൾ എല്ലാവരും ധന്യരാക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ കാത്തോലിക്ക ബാബ തിരുമേനിയുമായിട്ട് കഴിഞ്ഞ മാസം എറണാകുളത്ത് സഭയുടെ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ സഭയെ സംബന്ധിച്ചിടത്തോളം പരിപാടികൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു സ്വാമി എന്ന് പറയുന്നത് ഞാനായിരിക്കും. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും സഭയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പലതും പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വൈകാരികത തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളിൽ സഭയുടെ പിതാക്കന്മാരും സഭയുടെ വിശുദ്ധന്മാരും സഭയുടെ പള്ളികളുമൊക്കെ കടന്നു വരുന്നത് യാദൃച്ഛികമല്ല. സഭയിലുള്ള പൂർവ്വസൂരികളായ, ഇവിടെ സംസാരിച്ച സമയത്ത് പറയുകയുണ്ടായി, ഞാൻ ദൈവതുല്യമായി കാണുന്ന പരിമല തിരുമേനി ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ, അവരെ ലോകത്ത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ കൂടി ഒരു കടപ്പാടായി പലപ്പോഴും ഞാൻ കരുതുന്നു. ഏറ്റവും ആദരണീയനായ നമ്മുടെ കാത്തോലിക്ക ബാബ തിരുമേനി സംസാരിച്ച സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തു. പലപ്പോഴും എന്നെപ്പോലെയുള്ള ആളുകൾ, മതേതരവാദികളായ ആളുകൾ ചിന്തിക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ബോധത്തിന് സഭയെപ്പോലെ ഇത്ര വലിയ സംഭാവനകൾ നൽകിയ ഒരു മതവിഭാഗമില്ല. പൗരസ്ത്യമായ ലോകത്ത് തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആരാധനാക്രമങ്ങളുമായി, പ്രത്യേകിച്ച് സനാതനധർമ്മവുമായി
അതിൻ്റെ താത്വികമായ ചിന്തകളുമായി ആശയങ്ങളുമായി ആഴത്തിൽ വേരോടിക്കൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുവാൻ ഈ സഭ എന്നും കാണിച്ച ധൈര്യമാണ് എന്നെപ്പോലെയുള്ള ആളുകളെ ഈ സഭയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള പ്രചോദനം എന്നും തരുന്നു. ഇവിടെ വരുന്ന സമയം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിൽ ബഹുമാന്യരായ ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. അതിലൊരാളാണ് ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ. അദ്ദേഹം കാരുണ്യ നിലയം എന്ന പ്രസ്ഥാനമായിട്ട് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹവും കൂടി ചേർന്ന് അതിനുശേഷം കെയർ ആൻഡ് ഷെയർ എന്ന ഒരു ഫൗണ്ടേഷനുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സമയത്താണ് കൂടുതൽ ഈ പ്രസ്ഥാനവുമായിട്ട് അടുക്കുവാൻ കഴിഞ്ഞത് എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ കണ്ട ആത്മീയ പുരുഷന്മാരിലേറെ ആദരവോടുകൂടി ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധനായ നമ്മുടെ ബാബ തിരുമേനി. ഞാൻ എറണാകുളത്ത് വെച്ച് സംസാരിച്ചപ്പോഴും പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരാൾ ഒരു ചക്രവർത്തിയെപ്പോലെ അന്തസ്സുള്ളവനായിരിക്കണം, എന്നാൽ ഒരു ദാസനെ പോലെ വിനയമുള്ളവനായിരിക്കണം. ഇങ്ങനെയുള്ള ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അപൂർവമായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ ബാബ തിരുമേനി. അദ്ദേഹത്തെ കാണുന്ന സമയത്തൊക്കെ ഗുരുതുല്യമായ വാത്സല്യം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാറുണ്ട്. പലപ്പോഴും പ്രസംഗത്തിൻ്റെ വേളകളിൽ ഞാൻ പറയുന്ന മറ്റൊരു പേരാണ്, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പരിശുദ്ധനായ കാത്തോലിക്ക ബാബ ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ. എൻ്റെ സന്യാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് മുളപൊട്ടി വരുന്ന സമയത്താണ് ആ മഹാനുഭാവനുമായിട്ട് എനിക്ക് സമ്പർക്കം പുലർത്തുവാനായിട്ട് കഴിഞ്ഞത്. ഒരുപക്ഷെ സന്യാസത്തിന് മതമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളോട് ഇടപെടുമ്പോഴാണ്. സനാതനധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ഈ സഭയിലെ പരിശുദ്ധന്മാരായ ആളുകൾ നൽകിയ നിസ്തുലമായ സംഭാവനകൾ, പരിശുദ്ധനായ പരുമല തിരുമേനി, വട്ടശ്ശേരിൽ തിരുമേനി, പാമ്പാടി തിരുമേനി, അങ്ങനെയുള്ള ആളുകൾ നൽകിയ സംഭാവനകൾ ചേർത്ത് വെക്കാതെ ഭാരത സംസ്കാരത്തെ നമുക്കാർക്കും പറയുവാൻ കഴിയുകയില്ല. ഭാരത സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഹിന്ദുവിൻ്റെ സംസ്കാരമല്ല. ഹിന്ദുവിൻ്റെ സംസ്കാരം മാത്രമായിട്ട് സനാതന സംസ്കാരത്തെ നമുക്ക് ചേർത്ത് പറയുവാൻ കഴിയുകയില്ല. സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹവീര്യം കരാവാഹേ തേജസ്വിന മദീവമസ്തു മാ വിദുഷാവഹേ. ഈ ലോകത്തിലെ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ഈ ലോകത്തിലെ എല്ലാവർക്കും സന്തോഷം ഭവിക്കട്ടെ. ഈ ലോകത്തിലെ എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുവാനായിട്ട് കഴിയട്ടെ. ഈ ലോകത്തിലെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനായിട്ട് കഴിയട്ടെ. അങ്ങനെ സാഹോദര്യമായ, സാർവത്രികമായ, സാർവദേശീയമായ, അലൗകികമായ ആത്മസന്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാരതം മുന്നോട്ട് വെക്കുന്ന മതേതരമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനോടാണ് യഥാർത്ഥത്തിൽ എന്നും സഭ ചേർന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോർദാൻ നദിയുടെ തീരത്ത് ആളുകൾ നിരനിരയായി നിൽക്കുന്നു. അവിടെ വിശുദ്ധമായ ഒരു കർമ്മം നടക്കുകയാണ്, ജ്ഞാനസ്നാനം. ഒരുപാട് ആളുകളുടെ പിറകിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു, തൻ്റെ ഊഴവും കാത്ത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിൽ കർമ്മിയായി, വൈദികനായി ഇരിക്കുന്ന ആളിൻ്റെ മുമ്പിലെത്തി. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഇരുന്ന ആ വ്യക്തിയുടെ കണ്ണുകൾ അഞ്ചിപ്പോയി. അദ്ദേഹം പറഞ്ഞു, നീയല്ലേ മെശിഖ, നിന്നെയല്ലേ ലോകം കാത്തിരുന്നത്. അമേയമായ, അലൗകികമായ, ആത്മീയമായ ദൈവത്തിൻ്റെ നൈസർഗികമായ പ്രകാശ ചൈതന്യങ്ങളുടെ വർഷങ്ങൾ ആ കണ്ണുകളിൽ സ്നാപക യോഹന്നാൻ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ക്രിസ്തു എന്ന മഹാത്മാവിന് രൂപാന്തരീകരണം പ്രാപിക്കുന്നത് തൻ്റെ 30-ാമത്തെ വയസ്സിൽ. ഇവിടെ ഞാൻ ഈ കാര്യം എടുത്തു പറയുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്,
ഒരു പള്ളി അങ്കണത്തിലൂടെ പശുക്കളെ മേയിച്ചു കൊണ്ടുപോയിരുന്ന കുറേ കുട്ടികൾ, അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഒരു പശു ചാണകമിട്ട സമയത്ത് എല്ലാവരും അത് ശ്രദ്ധിക്കാതെ പോയപ്പോൾ ആ കുട്ടി പിന്തിരിഞ്ഞു വന്ന് തൻ്റെ കൈക്കുമ്പിളിൽ ആ ചാണകമെടുത്ത് ഒരു തെങ്ങിൻ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ടു. ഇത് കണ്ടുകൊണ്ടിരുന്ന കടവിൽ മെത്രോപ്പൊലീത്ത ആ തിരുമേനി ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി കൈ കഴുകിയിട്ട് വരൂ. ആ കുട്ടി പോയി കൈ കഴുകി വന്നു. എന്നിട്ട് ചോദിച്ചു, നിൻ്റെ വീട് എവിടെയാണ്? വീട് പറഞ്ഞു കൊടുത്തു. അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് അച്ഛനോട് ആ വൈദിക ശ്രേഷ്ഠനായ ആ പുരോഹിതൻ പറഞ്ഞു, ഇവൻ്റെ വഴി ദൈവത്തിൻ്റെ വഴിയാണ്, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഇവനെ ദൈവത്തിന് സമർപ്പിക്കണം. അത് മറ്റാരുമായിരുന്നില്ല, ആ ബാലൻ പിന്നെ അനേകായിരങ്ങളുടെ കടലുകൾക്കപ്പുറമുള്ള മനുഷ്യരുടെ നോവുകൾ പോലും സ്വന്തം മനോവേദനയാക്കി മാറ്റിയ പാമ്പാടി തിരുമേനി. ആ തിരുമേനിയെ കണ്ടെത്തുന്ന അതിവിശുദ്ധമായ ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ തിരുസന്നിധിയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഓരോ ദിവസവും ഇവിടെ കടന്നു വരുന്ന സമയത്ത് നമ്മളെല്ലാവരും മുറുകെ പിടിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ വിശ്വാസമാണ്. നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ അഗാധതകളിലൂടെ എന്നും കടന്നു പോകേണ്ടത് യഥാർത്ഥത്തിൽ ആ വിശ്വാസമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ഒരാളാണ് ജോസഫ് ചേട്ടൻ. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയിൽ വരുന്നത് ഒരു സാധാരണത്വമായിട്ട് തോന്നി. എല്ലാ ദിവസവും എന്തിനാണ് പള്ളിയിൽ വരുന്നത്? അങ്ങനെ അദ്ദേഹം ചില ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരാതായി. അദ്ദേഹത്തെ കാണാതിരുന്ന സമയത്ത് പള്ളിയുടെ വികാരി പല ആളുകളെയും തിരക്കി അന്വേഷിപ്പിച്ചു. പല ന്യായങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പള്ളിയിൽ വരാതിരിക്കുകയാണ്. ഒരു ദിവസം വികാരി ജോസഫ് ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ജോസഫ് ചേട്ടൻ പറമ്പിൽ നിൽക്കുകയാണ്. കൃഷികാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലയിലെ കെട്ടൊക്കെ അഴിച്ച് വളരെ ബഹുമാനത്തോടു കൂടി വികാരിയുടെ മുമ്പിൽ നിന്നു. വികാരി അച്ഛൻ പള്ളിയിൽ വരുന്ന കാര്യം ഒഴിച്ച് ബാക്കിയൊന്നും നമ്മുടെ ജോസഫ് ചേട്ടനോട് ചോദിച്ചില്ല. എല്ലാ വിശേഷങ്ങളും തിരക്കി അവസാനം പോരുവാൻ നേരം അച്ഛൻ നേരെ അടുക്കളയിലേക്ക് കയറി. അവിടെ ചെന്ന് ആ അടുപ്പിൽ നിന്ന് ഒരു വിറകെടുത്ത് പുറത്തേക്കിട്ടു. ഒരു വിറക് കൊള്ളി സ്വർണ്ണ നിറമുള്ള രീതിയിൽ അത് കത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ വിറക് കൊള്ളി വെറും കരിക്കട്ടയായി മാറി. ഇത് ചെയ്തിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. പെട്ടെന്ന് ജോസഫ് ചേട്ടൻ ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ നാളെ മുതൽ പള്ളിയിൽ വരാം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴാണ്, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും പ്രകാശമുണ്ടാകുന്നത്. ദൈവത്തിൽ നിന്നും മാറിയിരുന്നാൽ ഒരിക്കലും നമുക്ക് പ്രകാശമുണ്ടാവുകയില്ല, ഐശ്വര്യമുണ്ടാവുകയില്ല. നിരന്തരമായ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ പരിണാമപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എല്ലാ ആളുകളും പള്ളിയിൽ വരുന്നത് എപ്പോഴും ദുഃഖങ്ങൾ ഇറക്കി വെക്കുവാനാണ്, വേദനകൾ ഇറക്കി വെക്കുവാനാണ്, നമ്മുടെ നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ഒക്കെ ഇറക്കി വെക്കുവാനാണ്. പക്ഷേ നമുക്ക് സന്തോഷം വരുമ്പോഴും ആഹ്ലാദം വരുമ്പോഴും നമ്മൾ ഓടിയെത്തുന്നത് പള്ളിയുടെ അങ്കണത്തിലേക്കല്ല, ദേവാലയത്തിലേക്കല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കഥയുണ്ട്, ജോൺ എന്ന ചെറുപ്പക്കാരൻ്റെ കഥ. അവൻ്റെ അച്ഛൻ വലിയ ധനാഢ്യനായ ഒരാളായിരുന്നു. എല്ലാ പരീക്ഷകളും ജയിക്കുന്ന സമയത്ത് ജോണിന് വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ആ പിതാവ് വാങ്ങിക്കൊടുക്കും. മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ സമയത്ത് അദ്ദേഹം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനം എന്തു വേണമെന്ന് ജോണിനോട് ചോദിച്ച സമയത്ത് ജോൺ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്ത് പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും മുന്തിയൊരു സ്പോർട്സ് ബൈക്കിൻ്റെ കാറ്റലോഗാണ് ജോൺ അച്ഛനെ ഏൽപ്പിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു സമ്മാനം വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പിറ്റേ ദിവസം അച്ഛൻ വരുന്ന സമയത്ത് കയ്യിലൊരു സമ്മാനപ്പൊതി ഉണ്ടായിരുന്നു. മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു സമ്മാനപ്പൊതി. അതിൻ്റെ മുകളിൽ സുവർണ നൂലിഴകൾ കൊണ്ട് അത് ബന്ധിച്ചിരിക്കുന്നു. അച്ഛനെ കണ്ടതും വളരെ ആവേശത്തോടു കൂടി ജോൺ ഓടിച്ചെന്ന് ആ പെട്ടി തട്ടിപ്പറിച്ച് വാങ്ങി. എന്നിട്ട് വളരെ ആവേശത്തോടു കൂടി അതിൻ്റെ മുകളിലുള്ള ആ പേപ്പറുകൾ കീറിക്കളഞ്ഞു. എന്നിട്ട് ആ പൊതി തുറന്നു. അവൻ്റെ വിചാരമെന്ന് പറയുന്നത് അവൻ
ഏറ്റവും വലിയ പരീക്ഷ ജയിച്ച സമയത്ത് ഏറ്റവും നല്ല സമ്മാനമായി അച്ഛൻ ആ ബൈക്ക് വാങ്ങിക്കൊടുക്കുമെന്നതാണ്. പക്ഷേ അത് പൊട്ടിച്ചു നോക്കിയ സമയത്ത് ജോണിന് കലശലായ ദേഷ്യം വന്നു. അതിലെന്തിരിക്കുന്നു? അവൻ ആഗ്രഹിച്ചിരിക്കുന്ന താക്കോലിന് പകരമായി അതിൻ്റെ ഉള്ളിലൊരു വേദപുസ്തകം ഇരിക്കുന്നു, ഒരു ബൈബിൾ. വർദ്ധിച്ച കലശലായ ദേഷ്യത്തോടു കൂടി ആ പെട്ടി ജോൺ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. കാറ്റിൽ ആടി ആ വേദപുസ്തകത്തിലെ പേപ്പറുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു നടന്നു. അച്ഛനോടുള്ള ദേഷ്യപ്രകാരം ജോൺ തൻ്റെ ബാഗുമെടുത്ത് അന്ന് വീട്ടിൽ നിന്നിറങ്ങുകയാണ്. അവൻ അങ്ങ് ദൂരെ എവിടെയോ പോയി. പിന്നെയും പഠിച്ചു. അച്ഛൻ്റെ ഉള്ളിലെ, അച്ഛൻ്റെ രക്തത്തിലെ ആ ഒരു ജീൻ, ഒരു വ്യവസായി, വലിയ പണക്കാരൻ, അത് അവനുമുണ്ടായിരുന്നത് കൊണ്ട് അവൻ അച്ഛനേക്കാളും വലിയ പണക്കാരനായി മാറി. എന്നിട്ടും അവൻ്റെ ഉള്ളിൽ അച്ഛനോടുള്ള പ്രതികാരം തീർന്നില്ല. അച്ഛനോടുള്ള ദേഷ്യം അവൻ തീർത്തത് ആ ബൈക്ക് വാങ്ങിക്കൊണ്ടായിരുന്നില്ല. ആ ബൈക്കിൻ്റെ കമ്പനി തന്നെ ജോൺ വിലയ്ക്ക് വാങ്ങി. ഒരു ദിവസം അച്ഛൻ മരിച്ചു എന്ന് വിവരമറിഞ്ഞു. 10-20 വർഷങ്ങൾക്ക് ശേഷം ആരോ വിളിച്ചു പറഞ്ഞിട്ടാണ് ജോൺ അറിയുന്നത്. അങ്ങനെ അച്ഛനെ കാണുവാനായി അവൻ നാട്ടിലേക്ക് വരുന്നു. ആ വീടിൻ്റെ ഉമ്മറത്ത് അച്ഛൻ്റെ മൃതദേഹം വെച്ചിരിക്കുന്നു. ഒരുപാട് ആളുകൾ ചേർന്നവിടെ നിൽക്കുന്നു. പലരെയും ജോണിനറിയില്ല. വളരെ ചെറുപ്പകാലത്ത് അവൻ വിട്ടു പോയതാണ്. അച്ഛൻ്റെ മൃതദേഹത്തിൽ വളരെ ഔപചാരികമായി ഒരു ബൊക്കെ വെച്ചിട്ട് ജോൺ അകത്തേക്ക് കയറി. അച്ഛൻ്റെ പഴയ മുറി, അതിൻ്റെ അകത്ത് ഒരു വലിയ മേശ, അതിൻ്റെ മുകളിൽ ഒരു തടിച്ച കണ്ണട, അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ ഇരുന്ന് പറക്കുന്നു. ഏതെങ്കിലും സമയത്ത് ജോൺ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ വായിക്കുവാൻ വേണ്ടി ആ പിതാവ് എഴുതിയിരിക്കുന്ന ഒരു കത്ത്, വളരെ കാഷ്വലായി ജോൺ ആ കത്ത് വായിച്ചു. മകനെ ജോൺ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് ദൈവത്തോട് ചേർത്ത് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ പാസ്സായ സമയത്ത് ഞാൻ നിനക്കൊരു വേദപുസ്തകം വാങ്ങിത്തന്നത്. പക്ഷെ നിൻ്റെ ആദ്യത്തെ ദേഷ്യത്തിൽ, നിൻ്റെ ആദ്യത്തെ ആവേശത്തിൽ അതിൻ്റെ അടിയിലിരുന്ന ആ താക്കോൽ നീ കണ്ടില്ല. ജോണിൻ്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകി. അയാൾ ഇറങ്ങി വീടിൻ്റെ പുറത്ത് ചെല്ലുമ്പോൾ പഴയ ആ കാർ ഷെഡിൽ തുരുമ്പ് പിടിച്ച് നിലത്ത് വീഴാറായിരിക്കുന്ന ആ ബൈക്ക് ഇരിക്കുന്നു. നമ്മളെല്ലാവരും ഈ പള്ളിയിലേക്ക് വരുന്ന സമയത്ത്, ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കേണ്ടത്, നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആഘോഷിക്കുവാനായി പോകേണ്ടത് കൂടിയാണ് ആരാധനാലയങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വലിയ മനുഷ്യരായി മാറുന്നത്. എവറസ്റ്റ് കീഴടക്കിയ ഹിലരി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. പലതവണ എവറസ്റ്റിനെ കീഴടക്കുവാനായിട്ട് അയാൾ ശ്രമിച്ചു. പക്ഷെ ഒരു തവണ പോലും അയാൾക്കതിന് കഴിഞ്ഞില്ല. ഒരിടത്തൊരു ചിത്രപ്രദർശനം നടക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ ചെന്ന് ഹിലരി നിന്നു. അവിടെ എവറസ്റ്റിൻ്റെ ഒരു പടം വെച്ചിരിക്കുന്നു. അതിൽ നോക്കി ഹിലരി പറഞ്ഞു, ഹേ എവറസ്റ്റ്, പലതവണ ഞാൻ നിന്നെ പരാജയപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ നിന്നെ പരാജയപ്പെടുത്തും. കാരണം നിനക്കിനി മാറുവാൻ കഴിയുകയില്ല. നിനക്കിനി ഈ രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുവാൻ കഴിയുകയില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരായ ദൈവവിശ്വാസികളെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹനീയമായ ആത്മീയ സന്നിധിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പുണ്യ പുരുഷന്മാരായ, പുണ്യപുങ്കവന്മാരായ പുരോഹിത ശ്രേഷ്ഠന്മാരെ കാണുന്ന സമയത്ത്, അവരുമായി സമ്പർക്കങ്ങൾ പുലർത്തുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള വിധിയുടെ കരിമലകൾ ഉടഞ്ഞ് നമ്മൾ വലിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയുള്ള മാർത്തോമൻ നസ്രാണി സംഗമങ്ങളിൽ, ഇങ്ങനെയുള്ള വേദികളിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും പുതിയ മനുഷ്യരായി തീരുക എന്നുള്ള ആ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ നമുക്ക് ഉരുക്കഴിക്കുവാൻ നിത്യജീവിതത്തിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരു സ്ത്രീ പൊട്ടിക്കരയുന്നത് കണ്ടു. അദ്ദേഹം അവരെ അടുത്ത് വിളിച്ചു. നീ എന്തിനാണ് കരയുന്നത്? അവർ പറഞ്ഞു, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലൊരു കള്ളൻ കയറി. അയാൾ എൻ്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് ഒരു മോഷണം നടക്കുകയോ ഒരിക്കലുമില്ല. അദ്ദേഹം തർക്കിക്കുവാൻ തുടങ്ങി. ഈ സ്ത്രീയുടെ കൂടെ വന്ന ആളുകൾ
സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് മാത്രം രാജാവ് അത് വിശ്വസിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, അതിന് ഇനി എന്താണ് നീ ചെയ്യുവാൻ പോകുന്നത്? ആ സ്ത്രീ പറഞ്ഞു, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ കള്ളൻ കയറി എടുത്തുകൊണ്ടുപോയ സാധനങ്ങളെല്ലാം അങ്ങ് എനിക്ക് തിരിച്ചു തരണം. ഈ സമയത്ത് രാജാവ് പറഞ്ഞു, നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നീ വാതിൽ കുറ്റിയിടാതെ നീ ബോധം കെട്ട് കിടന്നുറങ്ങിയിട്ട് നിൻ്റെ വീട്ടിൽ കള്ളൻ കയറി എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾ ഞാൻ തിരിച്ചു തരണമെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് ദൈവവിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറഞ്ഞു, ഞാൻ ബോധം കെട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങ് ഉണർന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ബോധം കെട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങ് ഉണർന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളെല്ലാവരും ബോധം കെട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ അധികാരികളായ ആളുകൾ ഉണർന്നിരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അവർ നമ്മളെക്കാളും മുമ്പേ ഉറങ്ങിപ്പോവുകയാണ്. നമ്മുടെ നാടുറങ്ങുമ്പോൾ, വീടുറങ്ങുമ്പോൾ, ലോകമുറങ്ങുമ്പോൾ, രാജ്യമുറങ്ങുമ്പോൾ, പ്രപഞ്ചമുറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉറങ്ങാതെ കാവലായി കരുതലായി ഒരാൾ ഇരിക്കുന്നു, നമ്മളെ നോക്കിക്കൊണ്ട്. അതാണ് പരിശുദ്ധനായ ദൈവമെന്ന് പറയുന്നത്. ആ പരിശുദ്ധനായ ദൈവത്തോടുള്ള കടപ്പാടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് പറയുന്നത്. ആ കടപ്പാടിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സന്നിധികളിൽ എത്തിച്ചേരുന്നത്. ആ സഭയോടുള്ള കടപ്പാടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ആ കടപ്പാടുകളുടെ കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറം അതിൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുടെ ഉരുക്കഴിക്കലാണ് ഇങ്ങനെയുള്ള വേദികളിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. പാണ്ഡവന്മാരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ധർമ്മപുത്രർ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു സന്യാസി വന്നു. ആ സന്യാസി വന്ന് അദ്ദേഹത്തോട് ഭിക്ഷ യാചിച്ചു. ഈ സമയത്ത് ധർമ്മപുത്രർ പറഞ്ഞു, പോയിട്ട് നാളെ വരൂ. ആ സന്യാസി തിരിച്ചുപോയി. ഇത് കേട്ടുകൊണ്ട് പുറകിലിരുന്ന അർജുനൻ പൊട്ടിച്ചിരിച്ചു. ധർമ്മപുത്രർ അർജുനോട് ചോദിച്ചു, നീ എന്തിനാണ് ചിരിച്ചത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, നമ്മളിപ്പോൾ വിടുന്ന ശ്വാസം നമ്മുടെ അവസാനത്തെ ശ്വാസമല്ല. നമ്മൾ അടുത്തതായി വിടുവാൻ പോകുന്ന ശ്വാസമാണ് നമ്മുടെ അടുത്ത ശ്വാസം. അടുത്ത ശ്വാസം വിടുവാൻ വേണ്ടി അങ്ങ് ജീവിച്ചിരിക്കുമെന്ന് അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയത്. അങ്ങയുടെ വിഡ്ഢിത്തമോർത്താണ് ഞാൻ ചിരിച്ചു പോയത്. മനുഷ്യരെല്ലാവരും മരണഭയമുള്ളവരായിരിക്കണമെന്ന് പറയുന്നു. എപ്പോഴാണ് നമ്മുടെ കൂടെ മരണം എന്ന് പറയുന്ന കാര്യം വരുന്നത് എന്ന് നമുക്കറിയില്ല. ആ മരണത്തെ ഭയപ്പെടുന്നവരാണ് എങ്കിൽ നമ്മുടെ ഓരോ ദിനങ്ങളെയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഔദാര്യമായി കണ്ട് നമ്മുടെ യാചനകൾ പ്രാർത്ഥനകളായി മാറുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ഇവിടെ ഈ മഹാസംഗമത്തിൽ കൂടുതൽ ദീർഘമായി സംസാരിക്കുവാനുള്ള ഒരു വേദിയല്ല. ഈ മഹാസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പൗരോഹിത്യം മറ്റൊരു കാലത്തുമില്ലാത്ത രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തീയ പുരോഹിതന്മാരെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഹിന്ദു സന്യാസിമാരെയും മറ്റെല്ലാ തരത്തിൽ ആത്മീയതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്, എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ പറയുന്നത്. നമ്മുടെ പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ളതും നിർവചിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിവിടെ പറയുവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് ക്രിസ്തീയ പൗരോഹിത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാകുന്നു. പുരോഹിതൻ സ്വർഗീയ നിധികളുടെ താക്കോൽ കൈവശം വെക്കുന്നവനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ കാര്യസ്ഥനാണ് പുരോഹിതനെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിലുപരി ദൈവം തന്നിരിക്കുന്ന വസ്തുവകകളുടെ സംരക്ഷകനാണ് പുരോഹിതൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ക്രിസ്തുനാഥനാണ് പൗരോഹിത്യത്തിൻ്റെ ഉറവിടം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ സാർവത്രികതയിൽ തിരുപ്പെട്ട കൂദാശ വഴി പൗരോഹിത്യം നമ്മുടെ ജീവിതത്തിൻ്റെ പങ്കായിട്ട് മാറുന്നു. മനുഷ്യരുടെ പാപങ്ങളെ പ്രതി കാഴ്ചകളും ബലികളും അർപ്പിക്കുവാൻ നിയുക്തരായ വൈദികർ യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധനായ ആഗസ്റ്റിൻ പറയുന്നു, വൈദികൻ്റെ കരങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിന് തുല്യമാണ്. മനുഷ്യനായി അവതരിക്കുവാൻ ദൈവം
കന്യാമറിയത്തെ ഉപകരണമാക്കി എങ്കിൽ കർത്താവ് തൻ്റെ ശരീരവും രക്തവും എത്തിക്കുന്നത് പുരോഹിതൻ്റെ കരങ്ങളിലൂടെയാണ്. ഈ കരങ്ങൾ പരിശുദ്ധമായ തൈലങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. മായാത്ത മുദ്രകളാൽ പവിത്രമാക്കപ്പെട്ടതും അവരുടെ കരങ്ങൾ വഴി സ്വർഗം തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അവരുടെ അധരങ്ങൾ വഴി വചനത്തിൻ്റെ നാളങ്ങൾ കത്തുന്നു. അവരുടെ സാന്നിധ്യം സൗഭാഗ്യങ്ങളായി വിശ്വാസികളുടെ ഇടയിൽ ഭവിക്കുന്നു. അവരുടെ നീറുന്ന ഹൃദയങ്ങളും നനയുന്ന അവരുടെ കണ്ണുകളും നാം ഒരിക്കലും, വിശ്വാസികളൊരിക്കലും കാണാതെ പോകരുത് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകം ആവശ്യപ്പെടുന്നു നമ്മുടെ പ്രാർത്ഥനകളും ആശയങ്ങളും സാന്നിധ്യവും അകമഴിഞ്ഞ് വൈദികർക്ക് നൽകണം എന്ന്. ജോൺ മരിയ വിയാനിയുടെ ആഴമുള്ള വാക്കുകളാണ് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുപ്പട്ടമെന്ന കൂദാശ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് കർത്താവ് ഉണ്ടാകുമായിരുന്നില്ല. ആരാണ് സക്രാരിയിൽ അവിടുത്തെ എഴുന്നള്ളിപ്പ് വെച്ചത്? പുരോഹിതൻ. ജീവിതാരംഭത്തിൽ നിൻ്റെ ആത്മാവിനെ കഴുകി സ്വീകരിച്ചത് ആരാണ്? പുരോഹിതൻ. ആത്മീയ തീർത്ഥാടനത്തിൽ നിൻ്റെ കൂടെ നിന്ന് നിന്നെ വളർത്തിയത് ആരാണ്? പുരോഹിതൻ. കർത്താവിൻ്റെ തിരുരക്തത്തിൽ നിന്നെ കഴുകി തൻ്റെ സുതൻ്റെ മുമ്പിൽ നിർത്തുവാൻ യോഗ്യനാക്കിയത് ആരാണ്? അതും പുരോഹിതൻ തന്നെയാണ്. മരണക്കിടക്കയിൽ നിനക്ക് ശാന്തിയും സമാധാനവും തരുന്നത് ആരാണ്? അതും പുരോഹിതൻ. അങ്ങനെയുള്ള പരിശുദ്ധന്മാരായ പുരോഹിതന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ മഹാസഭ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ കാലം വരെ നമ്മുടെ ഇടയിൽ അതിൻ്റെ സർവ്വതോന്മുഖമായ എല്ലാ ഐശ്വര്യ തികവോടും കൂടി നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.